ഹലോ ഓൾ വെൽക്കം ടു പി കെ ലേണിങ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് 2021 മുതലുള്ള PYQ സീരീസ് ആണെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. 2020 ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്തിരുന്നു, ഇൻക്ലൂഡിങ് സ്കീംസ് ഉൾപ്പെടെ എക്കണോമിക്സിൽ കവർ ചെയ്തിട്ടാണ് നമ്മൾ ടോട്ടലി കവർ ചെയ്തത്. ഇന്ന് നമ്മൾ 2021 സ്റ്റാർട്ട് ചെയ്യുകയാണ്. 2021 വീണ്ടും നമ്മൾ ബേസിക് ഫാക്ട്സും ഇന്ത്യൻ ഇക്കണോമിക് സെക്ടർ എന്ന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട മേഖലയിലുള്ള ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ആദ്യമായിട്ട് നമ്മൾ ബേസിക് ഫാക്ട്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് എടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ ജോഡി അല്ലാത്തത് ഏത്? അപ്പോൾ കുറച്ച് ജോഡികൾ കൊടുത്തിട്ടുണ്ട്. അമർത്യ സെൻ മനുഷ്യക്ഷേമം, കാൾ മാർക്സ് ലേസസ് ഫെയർ, ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം, ഗാന്ധിജി ട്രസ്റ്റിഷിപ്പ്. ഈ 4 പേരുടെയും ഇക്കണോമിക് തിയറീസിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ട് തോന്നുന്ന ചില കാര്യങ്ങളുണ്ടാവും. ഒട്ടും ഓക്കെ അല്ലാന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഓപ്ഷൻ നിലവിലുണ്ട്. അത് പെട്ടെന്ന് ആൻസർ കിട്ടുന്ന ഒരു ചോദ്യം തന്നെയാണ്. ബാക്കി 3 കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിലും ഫസ്റ്റ് റോങ് ആൻസർ ഏതാണെന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതലായിട്ടും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുമ്പോൾ ആദ്യം എന്താണ്, ശരിയായിട്ടുള്ള ഓപ്ഷൻസിനെ നോക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഇതിലേതാണ് ഒട്ടും മിസ്മാച്ച് ആവുന്നത് എന്നുള്ള രീതിയിൽ നോക്കുക. കാൾ മാർക്സും ലേസസ് ഫെയറും തമ്മിൽ യാതൊരു ബന്ധമില്ലെന്ന് നമുക്ക് ആദ്യം തന്നെ അറിയാം. കാൾ മാർക്സ് എതിർത്തിരുന്നൊരു സംവിധാനമാണെന്ന് നമുക്ക് ആദ്യം തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ബാക്കി 3 പേര് ഇത് ജോയിൻ ചെയ്യുന്നുണ്ടോ എന്നൊരു കൺഫ്യൂഷൻ പോലും അവിടെ വരേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ ബി, അമർത്യ സെന്നിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം മനുഷ്യക്ഷേമത്തെ പറ്റിയിട്ടാണ്, അതായത് ഹ്യൂമൻ വെൽഫെയറുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട തിയറികളെല്ലാം വരുന്നത്. അമർത്യ സെൻ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ വെൽഫെയർ എക്കണോമിക്സിൽ വലിയ സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിയായിരുന്നു. രണ്ടാമതാണ് കാൾ മാർക്സ്. ലേസസ് ഫെയർ എന്ന് പറയുന്ന ഓപ്ഷൻ എന്താണ്, ക്യാപിറ്റലിസമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു. അത് കാൾ മാർക്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ലേസസ് ഫെയർ അഥവാ സ്വതന്ത്ര വിപണി എന്ന ആശയം അവതരിപ്പിച്ച ആരാണ്? ആദം സ്മിത്താണ്. ആദം സ്മിത്ത്, നമ്മുടെ മോഡേൺ എക്കണോമിക്സിൻ്റെയൊക്കെ ഫാദർ എന്നറിയപ്പെടുന്ന ആദം സ്മിത്താണ് ഈ ക്യാപിറ്റലിസ്റ്റ് രീതിയിലുള്ള ലേസസ് ഫെയർ സിദ്ധാന്തം. മാർക്കറ്റ് ഫ്രീ ആക്കി വിടുക, ആളുകൾക്ക് എന്ത് ചെയ്യുക, ഫ്രീ ട്രാൻസാക്ഷൻ ചെയ്യാനുള്ള ഒരു അനുമതി കൊടുക്കുക, സ്റ്റേറ്റ് ഇടപെടാതിരിക്കുക എന്നതായിരുന്നു ലേസസ് ഫെയറിൻ്റെ പ്രധാനപ്പെട്ട തിയറി എന്ന് പറയുന്നത്. അപ്പോൾ കാൾ മാർക്സ് പ്രധാനമായിട്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സോഷ്യലിസമായിട്ടാണ് പ്രധാനമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് അത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. 2 ഓപ്ഷൻസ് കൂടെ എന്താ നമുക്ക് നോക്കാം. ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം ശരിയായ ജോഡിയാണ്. ഇന്ത്യയുടെ സമ്പത്ത് ബ്രിട്ടീഷുകാർ കടത്തിക്കൊണ്ടുപോകുന്നത് വിവരിക്കുന്ന ഡ്രെയിൻ തിയറി അവതരിപ്പിച്ചാണ് ആര്? ദാദാഭായ് നവറോജി. ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം മൾട്ടിപ്പിൾ ഏരിയസിലേക്ക് റെലവൻറ്റ് ക്വസ്റ്റ്യൻസ്, ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നമ്മളിത് ഒരുപാട് ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക്കാണ്. ഗാന്ധിജി ആണെങ്കിലോ ട്രസ്റ്റിഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്പന്നർ തങ്ങളുടെ സമ്പത്ത് സമൂഹത്തിൻ്റെ നന്മയ്ക്കായിട്ട് സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു ട്രസ്റ്റി ആയിട്ട് മാറണം എന്നൊരു ആശയമാണ് അവതരിപ്പിച്ചത്, നമ്മുടെ ഗാന്ധിജി അവതരിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഗാന്ധിജി ട്രസ്റ്റിഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ബാക്കി 3 ഓപ്ഷൻസും കറക്റ്റാണ്. മിസ്മാച്ച് ചെയ്യുന്ന ഓപ്ഷൻ എന്താണ്? കാൾ മാർക്സിൻ്റെതാണ്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര്? നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ട റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ദാദാഭായ് നവറോജി, ആദം സ്മിത്ത്, മഹലനോബിസ്, KN രാജ്. കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് കുത്താൻ പറ്റുന്ന ഒരു ആൻസറാണ്. ചോർച്ചാ സിദ്ധാന്തം അല്ലെങ്കിൽ ഡ്രെയിൻ തിയറി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജി ഓപ്ഷൻ എ. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയുടെ സമ്പത്ത് എങ്ങനെയൊക്കെയാണ് ബ്രിട്ടനിലേക്ക് കടത്തിക്കൊണ്ടു പോകുന്നത് എന്ന് ശാസ്ത്രീയമായി വിശകലനം ചെയ്ത വ്യക്തിയാണ് ഇദ്ദേഹം. ഇതിനെയാണ് ചോർച്ചാ സിദ്ധാന്തം അഥവാ ഡ്രെയിൻ തിയറി എന്ന് വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലാണ് ഈ സിദ്ധാന്തം വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സ് അത് തന്നെയാണ്. ദാദാഭായ് നവറോജി എന്താണ് ഡ്രെയിൻ തിയറി അവതരിപ്പിച്ചു. എന്താണ് അതിൽ പറയുന്നത്? ഇന്ത്യയുടെ സമ്പത്ത് എങ്ങനെയൊക്കെയാണ് ബ്രിട്ടനിലേക്ക് അവർ കടത്തിക്കൊണ്ട് പോയത് എന്നാണ് ഡ്രെയിൻ തിയറിയിലൂടെ അദ്ദേഹം പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ചോർച്ചാ സിദ്ധാന്തം അഥവാ ഡ്രെയിൻ തിയറി കൊണ്ടുവന്നു. ഇത് എവിടെയാണ് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പറഞ്ഞ പുസ്തകത്തിലാണ് അദ്ദേഹം ഇത് വിശദീകരിച്ചിരിക്കുന്നത്. ആദം സ്മിത്ത്, ഇദ്ദേഹം ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവായിട്ടാണ് അറിയപ്പെടുന്നത്. ലേസസ് ഫെയർ സിദ്ധാന്തമാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സംഭാവന. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. ഇനി മഹലനോബിസ് എന്ന് പറഞ്ഞ ആരാണ്? ഇന്ത്യൻ സ്ഥിതിവിവര കണക്ക് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു അല്ലേ? മഹലനോബിസ് എന്ന് പറയുന്നത് ആരാണ്? ഇന്ത്യൻ സ്ഥിതിവിവര കണക്കിന്റെ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ഇന്ത്യയുടെ 2ാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പിയാണ് അദ്ദേഹം. 2ാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പിയാണ് അദ്ദേഹം. നമ്മൾ ഇതിനെപ്പറ്റി ടോപ്പിക്സ് പഠിച്ച സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൺഫ്യൂസിംഗ് ആയി പോകുന്നത് ഇന്ത്യയുടെ പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ റോൾ എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ 2ാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പിയായിരുന്നു. മഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്ന 2ാമത്തെ പദ്ധതിയുടെ ശില്പിയായിരുന്നു അദ്ദേഹം. അവസാനമായിട്ട് KN രാജ്, പ്രശസ്തനായ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു KN രാജ്. ഇന്ത്യയുടെ ആദ്യ പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ്. ഒരു കേരള മോഡൽ ഡെവലപ്മെന്റിന് വളരെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ച വ്യക്തി കൂടിയാണ്. ഇപ്പോൾ EMS നമ്പൂതിരിപ്പാട്, അതുപോലെ അച്യുത മേനോൻ തുടങ്ങിയ വ്യക്തികളോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു പേരാണ് KN രാജ്. ഇദ്ദേഹം കേരളത്തിന് ഒരുപാട് നിർണായക സംഭാവനകൾ നൽകിയിട്ടുണ്ട്. കേരളത്തിൻ്റെ പ്ലാനിങ്ങും കേരളത്തിന് ഇന്നത്തെ ഒരു ഡെവലപ്മെന്റ് സെറ്റപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കേരള മോഡൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കേരളത്തിൻ്റെ ഇക്കണോമിക് ഗ്രോത്ത് ഡെസ്പെക്ട് കുറവാണെങ്കിലും അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് രീതിയിലാണ് പോകുന്നതെങ്കിലും ഡെവലപ്മെന്റ് വളരെയധികം നടക്കുന്നുണ്ട്. ഈ ഒരു മോഡലിലേക്ക് കൊണ്ടുവരാനായിട്ട് നിർണായക സംഭാവന നൽകിയ ഒരു വ്യക്തി കൂടിയായിരുന്നു KN രാജ്. ഇദ്ദേഹമാണ് ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതിയുടെയും പ്രധാനപ്പെട്ട നിർണായക പങ്ക് വഹിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3, മാക്രോ ഇക്കണോമിക്സ് അഥവാ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? നമ്മൾ ഇതും ഡിസ്കസ് ചെയ്ത് പോകുന്ന ആ ഒരു ഓർഡറിൽ പോകുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ മാക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലൂടെ മൈക്രോ ഇക്കണോമിക്സ് എന്ന ടോപ്പിക്ക് ഇക്കണോമിക്സിന്റെ പിതാവ് എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ഓർഡറിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയുടെ റിപ്പീറ്റഡ് ആയിട്ട് എന്താ പല ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെന്നുള്ളൊരു റെലവൻസ് ഈ ഒരു ടോപ്പിക്കിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. ആൽഫ്രഡ് മാർഷൽ, ആദം സ്മിത്ത്, സാമുവൽസൺ, ജെ.എം. കെയ്ൻസ്. അപ്പോൾ പ്രധാനമായിട്ടും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രമാണ്. സാമ്പത്തിക ശാസ്ത്രം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ആഡം സ്മിത്ത് ആണ്. ഇനി അതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ട് അതിൽ മാക്രോ എക്കണോമിക്സിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചേക്കുന്നത്. അത് ആൽഫ്രഡ് മാർഷൽ ആണോ, ആദം സ്മിത്ത് ആണോ, സാമുവൽസൺ ആണോ, ജെ.എം. കെയ്ൻസ് ആണോ എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഡി ആണ് വരുന്നത്, ജെ.എം. കെയ്ൻസ് അല്ലെങ്കിൽ ജോൺ മെയ്നാർഡ് കെയ്ൻസ്. കെയ്നീഷ്യൻ തിയറീസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആധുനിക മാക്രോ എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്. 1930കളിലെ ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളാണ് ഈ ശാഖയ്ക്ക് അടിത്തറയിട്ടത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും 1920കളിൽ 20-30 ആ ഒരു ടൈം പീരീഡ് ഒക്കെ ആയപ്പോഴേക്കാണ് ഗ്രേറ്റ് ഡിപ്രഷൻ പ്രധാനമായിട്ടും വന്നത്. 30കളിൽ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് വേൾഡ് മുഴുവനായിട്ടും അഫക്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിലേക്ക് എന്ത് ചെയ്തു, ഇപ്പോൾ ഇന്റർനാഷണൽ പറഞ്ഞ ഇക്കണോമിക് സിസ്റ്റംസ് ഒക്കെ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളതിനൊക്കെ കുറേ ഉദാഹരണങ്ങളും സഹിതം സിറ്റുവേഷൻസ് സഹിതം കുറേ തിയറികൾ മുന്നോട്ട് വെച്ച ഒരു വ്യക്തിയായിരുന്നു ആര്, ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു പുതിയ സാമ്പത്തിക ശാസ്ത്ര മേഖലയായിട്ട് വളർന്നു വന്നതാണ് എന്ത്, മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ആഡം സ്മിത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇദ്ദേഹം പൊതുവെ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ തന്നെ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. മൈക്രോ ഓറിയന്റഡ് ക്ലാസിക്കൽ ഇക്കണോമിക്സ്. ആൽഫ്രഡ് മാർഷൽ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വേറൊരു വ്യക്തിയാണ്. ഇദ്ദേഹം മൈക്രോ എക്കണോമിക്സിന്റെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിച്ചൊരു വ്യക്തിയാണ് ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്നത്. മാക്രോ എക്കണോമിക്സിന്റെ പങ്ക് വഹിച്ചത് ജോൺ മെയ്നാർഡ് കെയ്ൻസ് ആയിരുന്നെങ്കിൽ മൈക്രോ എക്കണോമിക്സിന്റെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കൊടുത്ത വ്യക്തിയാണ് ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 3-4 ക്വസ്റ്റൻസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ബേസിക് ഫാക്ട്സ് എന്ന് വരുന്ന ക്വസ്റ്റൻസ് ഒക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി അടുത്ത മേജർ ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇന്ത്യൻ ഇക്കണോമിക് സെക്ടർ. ക്വസ്റ്റ്യൻ നമ്പർ 4, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനം ഏതാണ്? പ്രാഥമികം, ദ്വിതീയം, തൃതീയം എന്ന് പറഞ്ഞ മേഖലകൾ, പിന്നെ അത് കൂടാതെ ക്വാട്ടേണറി, ക്വിനറി ഒക്കെ ഉണ്ട്. നമ്മൾ പ്രധാനമായിട്ടും പ്രാഥമികം, ദ്വിതീയം, തൃതീയത്തിൽ വരുന്ന എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണെന്ന് അറിഞ്ഞിരിക്കണം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് പ്രാഥമിക മേഖല എന്നാണ്. പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനം ഏതാണ്? റിയൽ എസ്റ്റേറ്റ് ആണോ, കെട്ടിട നിർമ്മാണമാണോ, ബാങ്കിങ് ആണോ, ഖനനമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിതിൻ്റെ ആൻസറിലേക്ക് നോക്കാം. ആൻസർ ഓപ്ഷൻ ഡി ആണ്. സാമ്പത്തിക പ്രവർത്തനങ്ങളെ അവയുടെ സ്വഭാവം അനുസരിച്ച് പ്രധാനമായും 3 മേഖലകളായി തിരിക്കാം. പ്രാഥമിക മേഖല ഒന്ന് എന്താണ്? പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഇതിൽ വരുന്നത്. ഉദാഹരണമായിട്ട് നമുക്ക് കൃഷി, വനം, മത്സ്യബന്ധനം, ഖനനം. ഇവിടെ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ ഖനനം ഒരു പ്രാഥമിക മേഖലയിലെ പ്രവർത്തനമാണ്. ആദ്യം തന്നെ മനസ്സിലാക്കാം, പ്രാഥമികം, ദ്വിതീയം, തൃതീയം എന്ന് പറഞ്ഞാൽ എന്താണ് വ്യത്യാസം? പ്രാഥമികം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വസ്തുവിൽ നിന്നല്ല ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ ഡയറക്റ്റ്ലി എൻവയോൺമെന്റിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ്. റോ ഫോമിലുള്ള സാധനങ്ങളായിരിക്കും നമ്മൾ എന്തിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നത്? പ്രൈമറി സെക്ടറിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ കൃഷി ചെയ്യുന്നത് ഡയറക്റ്റ് സോയിലൂടെ ടില്ല് ചെയ്ത് അവിടെ നട്ട് അവിടെ നിന്നാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഖനനം എന്ന് പറഞ്ഞ ആക്ടിവിറ്റീസ് എന്നാണ് ഡയറക്റ്റ് റോ മെറ്റീരിയൽസ് ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. ഈ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത്. ആ ഉണ്ടാക്കിയെടുത്ത മെറ്റീരിയൽസിൽ നിന്നും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന വസ്തുക്കളെയാണ് എന്തിൽ വരിക? സെക്കൻഡറി സെക്ടറിൽ വരിക. അപ്പോൾ വൈദ്യുതി എന്ന് പറഞ്ഞാൽ ഏതിൽ വരും? വൈദ്യുതി ഉണ്ടാക്കിയെടുക്കുക ചെയ്യുന്നത് നമുക്ക് പറയാം. പക്ഷേ വൈദ്യുതി ഉണ്ടാക്കുന്നത് എവിടെ നിന്നാണ്? ഓൾറെഡി എടുത്ത റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അത് സെക്കൻഡറിയിൽ വരും. അപ്പോൾ ഇത് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ലോജിക്ക് മനസ്സിലാക്കുക. നമ്മൾ ഡയറക്റ്റ്ലി ഒരു ഏതെങ്കിലും ഒരു വസ്തു തന്നിട്ട് ഇത് പ്രൈമറി ആണോ സെക്കൻഡറി ആണോ എന്ന് ചോദിക്കുമ്പോൾ, ഇത് പ്രാഥമികമാണോ ദ്വിതീയമാണോ എന്ന് ചോദിക്കുമ്പോൾ, ഇത് എടുക്കുന്നത് എവിടെ നിന്നാണെന്ന് നോക്കുക. ഏതെങ്കിലും ഒരു റോ മെറ്റീരിയൽസിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കുകയാണോ, ഡയറക്റ്റ്ലി പ്രകൃതിയിൽ നിന്നും എടുക്കുകയാണോ നോക്കുക. ഡയറക്റ്റ്ലി എടുക്കുന്ന വസ്തുക്കൾ പ്രാഥമിക മേഖലയിലും രണ്ടാമത് ദ്വിതീയ മേഖലയിലും, അതായത് ഓൾറെഡി ഉള്ള വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന എല്ലാം ദ്വിതീയ മേഖലയിലും വരും. ഇതിൽ രണ്ടിലും പെടാത്ത സർവീസുകൾ, മെറ്റീരിയൽസ്, റോ മെറ്റീരിയൽസ് മാത്രം ഉപയോഗിച്ചിട്ടല്ല, ആളുകൾ ചെയ്യുന്ന സർവീസുകൾ, ഹോസ്പിറ്റൽ സെക്ടർ, ഹോട്ടൽ, ഇതുപോലുള്ള സർവീസുകളെല്ലാം ടെർഷ്യറി സെക്ടറിൽ വരും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ദ്വിതീയ മേഖല നമ്മൾ പറഞ്ഞതുപോലെ പ്രാഥമിക മേഖലയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് പുതിയ സാധനങ്ങൾ നിർമ്മിക്കുകയാണ്, കെട്ടിട നിർമ്മാണം, വ്യവസായം പോലുള്ള കാര്യങ്ങൾ. തൃതീയ മേഖല എന്ന് പറഞ്ഞാൽ എന്താണ്? ബാങ്കിങ്, ട്രാൻസ്പോർട്ട്, റിയൽ എസ്റ്റേറ്റ്, IT പോലുള്ള സേവനങ്ങളെല്ലാം എന്തിൽ വരുന്നു? സേവനങ്ങൾ പ്രധാനമായിട്ടും തൃതീയ മേഖലയിൽ വരുന്നു. അപ്പോൾ പ്രധാനമായിട്ടും തൃതീയ മേഖല അറിയപ്പെടുന്നത് തന്നെ എന്താണ്? സേവന മേഖല എന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5, ഇന്ത്യൻ സമ്പദ്ഘടനയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് എന്താണ്? ഇന്ത്യൻ സമ്പദ്ഘടനയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് എന്താണ്? വ്യവസായം, കൃഷി, സേവന മേഖല, ഇതൊന്നുമല്ല. അപ്പോൾ പ്രധാനമായിട്ടും ഇന്ത്യൻ സമ്പദ്ഘടനയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് എന്താണ്? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് കൃഷി. അപ്പോൾ ഇതിനെ നട്ടെല്ല് എന്ന് വിളിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഉപജീവന മാർഗം. ഇന്ത്യയിലെ ജനസംഖ്യയുടെ പകുതിയോളം പേർ ഇതിനും എന്താണ് ഉപജീവനത്തിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് കൃഷിയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും മനസ്സിലാക്കുക, അസംസ്കൃത വസ്തുക്കൾ, വസ്ത്രനിർമ്മാണം അല്ലെങ്കിൽ കൈത്തറി മില്ല്, പഞ്ചസാര വ്യവസായം തുടങ്ങിയവ പ്രധാന വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ലഭിക്കുന്നത് കൃഷിയിൽ നിന്നാണ്.
ഭക്ഷ്യസുരക്ഷ. രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം ഉറപ്പാക്കുന്നത് കാർഷിക മേഖലയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നതും അവിടെ നിന്നുണ്ടാക്കുന്ന പ്രൊഡക്ഷൻ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഭക്ഷ്യോൽപാദനം നടന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫുഡ് കൺസംഷൻ നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പറയുന്ന എല്ലാ ആവശ്യങ്ങൾക്കും കൃഷി എന്ന് പറഞ്ഞ മേഖല വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ റെലവൻസ് ആണ്. എന്നാൽ GDP കോൺട്രിബ്യൂഷനിലേക്ക് കൃഷിയുടെ കോൺട്രിബ്യൂഷൻ കുറവാണെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. ടേഴ്സറി സെക്ടറാണ്. കേരളത്തിലായാലും ദേശീയ തലത്തിൽ നോക്കിയാലും കൃഷിയേക്കാളും കൂടുതൽ GDPയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരാണ്? അത് ടേഴ്സറി സെക്ടർ ആണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി വെക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 6, ഉൽപാദന ഘടകങ്ങളിൽ നിഷ്ക്രിയമായത് ഏത്? നിഷ്ക്രിയമായതും എന്താണ്, സക്രിയം എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻസ് ആയിട്ട് സ്ഥലം അല്ലെങ്കിൽ ഭൂമി, അധ്വാനം, മൂലധനം, സ്ഥലവും മൂലധനവും എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉൽപാദന ഘടകങ്ങളിൽ നിഷ്ക്രിയമായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. എന്താണ്? സാമ്പത്തിക ശാസ്ത്രം അനുസരിച്ച് ഉൽപാദന ഘടകങ്ങളെ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ അവയുടെ പ്രവർത്തന സ്വഭാവം മുൻനിർത്തി സജീവമെന്നും നിഷ്ക്രിയമെന്നും രണ്ടെടുത്തിരിക്കാം. ആക്റ്റീവ് എന്നും പാസീവ് എന്നും നമുക്ക് രണ്ടെടുത്തിരിക്കാം. മലയാളത്തിൽ എന്ത് പറയും? സജീവം എന്നും നിഷ്ക്രിയമെന്നും. അതായത് സക്രിയം അല്ലെങ്കിൽ സജീവമെന്നും നിഷ്ക്രിയമെന്നും തിരിക്കാം. ഇതിൽ ആക്റ്റീവ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ സജീവ ഘടകങ്ങൾ എന്ന് പറയുന്നത് അധ്വാനം അഥവാ ജോലിയാണ്. ഇത് മനുഷ്യപ്രയത്നം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റ് ഘടകങ്ങളെ ഉപയോഗപ്പെടുത്തി ഉൽപ്പാദനം നടത്താൻ സാധിക്കൂ. അപ്പോൾ അധ്വാനം എന്ന് പറയുന്ന ഒരു സജീവ ഘടകമാണ്. ഇപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ലാൻഡ്, ലേബർ എന്നൊക്കെ പറയുന്ന നമ്മൾ ഫാക്ടേഴ്സ് പഠിച്ചിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് എന്താണ് ആക്റ്റീവ്, എന്താണ് പാസീവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും മനുഷ്യൻ ഇടപെടുന്ന വസ്തുക്കൾ, മനുഷ്യൻ്റെ ഇടപാട് അല്ലെങ്കിൽ മനുഷ്യൻ കണ്ടിന്യൂസ് ആയിട്ട് ഇതിന് യൂസ് ചെയ്യുന്നുണ്ട്, വോളറ്റൈൽ ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ നമുക്ക് ഇതിൽ പെടുത്താം, സക്രിയത്തിൽപ്പെടുത്താം. എന്നാൽ ഭൂമി എന്ന് പറയുന്നതിന് എന്ത് ചെയ്യാൻ പറ്റില്ല. ഭൂമിയെ നമുക്ക് ഈ പറയുന്ന പോലെ ഹ്യൂമനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സാധനമല്ല, അത് മാറ്റാൻ പറ്റില്ല, അത് ഫിക്സഡ് ആയിരിക്കും. ക്യാപിറ്റൽ എന്ന് പറയുമ്പോഴും എന്താണ്, ഒരു ഫിക്സഡ് ആയിട്ടുള്ള സാധനമാണ്. നമുക്ക് ലേബർ എന്ന് പറയുന്ന സമയത്തും എന്റർപ്രൈസ് എന്ന് പറയുന്ന സമയത്തും ഈ രണ്ടെണ്ണം എന്താണ്, മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഹ്യൂമൻ്റെ എഫക്റ്റ് എപ്പോഴും ആവശ്യമാണ്. ഹ്യൂമൻസിൻ്റെ എണ്ണം അനുസരിച്ചാണ് ലേബർ ഡിറ്റർമൈൻ ചെയ്യുന്നത്, ഹ്യൂമൻസ് ആണ് എന്റർപ്രൈസ് റൺ ചെയ്യുന്നത്. ഇത് രണ്ടും ഒപ്പം എന്തായിരിക്കും, ഇത് രണ്ടുമാണ് സക്രിയ ഘടകങ്ങളിൽ വരുന്നതെങ്കിൽ നിഷ്ക്രിയ ഘടകങ്ങളിൽ വരുന്ന പ്രധാനമായിട്ട് എന്തായിരിക്കും, ഈ ഭൂമിയും ക്യാപിറ്റലും ആയിരിക്കും. ഇത് രണ്ടും ഫിക്സഡ് ആയിട്ടുള്ള രണ്ട് ക്വാളിറ്റീസ് ആണ്. അതിനെ നിഷ്ക്രിയം എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ നിഷ്ക്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വന്തമായിട്ട് ഉൽപ്പാദനം നടത്താൻ കഴിവില്ല, ഹ്യൂമൻ്റെ എഫക്റ്റ് വേണം. അതായത് സ്വന്തമായിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൊഡക്ഷൻ കൂട്ടാനോ കുറയ്ക്കാനോ പറ്റുന്നില്ല. ഈ ഘടകങ്ങളെയാണ് നിഷ്ക്രിയ ഘടകങ്ങളെന്ന് വിളിക്കുന്നത്. ഇനി സ്ഥലം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഭൂമി എന്ന് പറഞ്ഞാലോ, കൃഷി ചെയ്യാനോ ഫാക്ടറി പണിയാനോ മനുഷ്യൻ ഇടപെടാതെ ഭൂമിക്ക് തനിയെ ഒന്നും ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റുമോ? ഇല്ല. മൂലധനം എന്ന് പറഞ്ഞാലോ, യന്ത്രങ്ങളോ പണമോ തനിയെ പ്രവർത്തിക്കില്ല, അത് ഉപയോഗിക്കാൻ മനുഷ്യൻ വേണം. മനുഷ്യൻ്റെ ഇടപെടൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് പ്രൊഡക്ടിവിറ്റി നടക്കൂ. അപ്പോൾ ഹ്യൂമൻ്റെ സ്വന്തമായിട്ട് അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് എന്തിൽ വരിക, ലേബറിൽ വരിക, അല്ലെങ്കിൽ എന്തിൽ വരിക, എന്റർപ്രൈസിൽ വരിക. അതേസമയം സ്ഥലം, ഭൂമി, മൂലധനം എന്നിവയൊക്കെ എന്താണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്, ഇതിന് മനുഷ്യൻ്റെ ഇടപെടൽ ഇല്ലാതെ അവർക്ക് തനിയെ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, റെസിപ്രോക്കേറ്റ് ചെയ്യാനോ ഇത് ചെയ്യാനോ വർക്ക് ചെയ്യാനോ പറ്റത്തില്ല. മനുഷ്യൻ്റെ ഇടപെടൽ നിർബന്ധമായിട്ടും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ മൂവ്മെൻറ്റ് നടക്കൂ എന്നുണ്ടെങ്കിൽ അതിനെ നിഷ്ക്രിയ ഘടകം എന്ന് പറയാം. അതല്ല, ഡയറക്റ്റ്ലി അവർക്ക് എന്താണ് ഈ പറയുന്ന പ്രൊഡക്ടിവിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്തിൽ പെടുത്താം, സക്രിയത്തിൽ പെടുത്താം. അപ്പോൾ സ്ഥലവും മൂലധനവും നമുക്ക് ഇതിനകത്ത് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത്, സ്ഥലം എന്ന് പറയുന്നത് ഓൾറെഡി ആയിട്ട് കൊടുത്തിട്ടുണ്ട്, സ്ഥലവും മൂലധനവും കൊടുത്തിട്ടുണ്ട്. മോസ്റ്റ് ആക്യുറേറ്റ് ആൻസർ എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനകത്ത് എന്തിനെ കൺസിഡർ ചെയ്യാൻ പറ്റുമോ, ഡിനെ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്താണ് ക്വസ്റ്റ്യൻ നമ്പർ 7. 1993 മുതൽ 2011 വരെ ഓരോ മേഖലയിലെയും തൊഴിൽ ലഭ്യത പരിശോധിച്ചാൽ ഏതൊക്കെ മേഖലകളിലെ തൊഴിൽ ലഭ്യതയാണ് കൂടി വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ 93 മുതൽ 2011 വരെയുള്ള ഓരോ മേഖലകളും എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ 93 ഒരു ടൈം പീരീഡിലെ ഒരു ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു 7, 11, 18 വർഷത്തെ ഒരു കാലഘട്ടം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു ട്രെൻഡാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ട്രെൻഡ് ഫോളോയിങ് എപ്പോഴും എന്ത് ചെയ്യുക, ചില പ്രധാന മേഖലകളിലെ ട്രെൻഡ് ഒന്ന് നോക്കി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു മേഖലയിലെ തൊഴിൽ ലഭ്യത പരിശോധിച്ചാൽ തൊഴിൽ ലഭ്യതയെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത്. ഈ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ്, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഒരു എറർ വരാതെ നോക്കുക. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ സമയത്തൊക്കെ ഒരു എറർ വരാതെ ക്വസ്റ്റ്യൻസ് പ്രോപ്പറായിട്ട് മനസ്സിലായി എന്ന് ഉറപ്പുവരുത്തുക. 93 മുതൽ 2011 വരെ ഓരോ മേഖലയിലെയും തൊഴിൽ ലഭ്യത പരിശോധിച്ചാൽ ഏതൊക്കെ മേഖലകളിലെ തൊഴിൽ ലഭ്യതയാണ് കൂടി വരുന്നത്. അപ്പോൾ ഏതൊക്കെ മേഖല എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളുണ്ട്. എന്താണ്, കാർഷിക മേഖല എന്നറിയപ്പെടുന്ന മേഖലയുണ്ട്, പ്രധാനമായിട്ടും സർവീസ് സെക്ടർ എന്നറിയപ്പെടുന്ന സെക്കൻഡറി സെക്ടർ ഉണ്ട്, തൊഴിൽ പ്രധാനമായിട്ടും വരുന്ന സേവന മേഖല എന്നറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏത് മേഖലയിലെ തൊഴിൽ ലഭ്യതയാണ് കൂടി വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രാഥമിക മേഖലയും ദ്വിതീയ മേഖലയും, പ്രാഥമികവും ദ്വിതീയവും തൃതീയവും 3 മേഖലകളിലും കൂടുന്നുണ്ട്. നമുക്കിതിൻ്റെ ആൻസറിലേക്ക് നോക്കാം. ഓപ്ഷൻ സി ആണ്. കഴിഞ്ഞ ദശകങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ കാർഷിക മേഖലയെ പ്രാഥമിക മേഖല അല്ലെങ്കിൽ ആശ്രയിക്കുന്നവരുടെ എണ്ണം കുറയുകയും വ്യവസായം, സേവനം എന്നീ മേഖലകളിലെ പുതിയ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. പ്രാഥമിക മേഖലയിൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ആളുകളുണ്ടെങ്കിലും കുറേ ആളുകൾ എന്താണ്, എഡ്യൂക്കേഷൻ കൂടുതൽ റിഫോം ചെയ്യുന്ന സമയത്ത് ആളുകൾ എന്തിലേക്ക് മാറും, സെക്കൻഡറി ടെർഷ്യറി സെക്ടറിലേക്ക് മാറും. ഒരു ഡിസ്ഗൈസ്ഡ് ആണ് എംപ്ലോയ്മെൻറ്റ് കുറയും. കാർഷിക മേഖലയിലുള്ളത് എന്താണ്, വേറെ ജോലിയൊന്നും കിട്ടാത്തത് കൊണ്ടും മറ്റ് വിദ്യാഭ്യാസപരമായിട്ട് പിന്നാക്കം നിൽക്കുന്നത് കൊണ്ടുമാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്, ഈ ആളുകളെല്ലാം കൂടി പ്രൈമറി സെക്ടറിൽ തന്നെ നിൽക്കാനായിട്ട് നോക്കുന്നത്.
അവർക്ക് വേറെ പ്രൊഡക്ഷൻ നടത്താനോ ഇൻഡസ്ട്രീസ് തുടങ്ങാനോ ചെറിയ സംരംഭങ്ങൾ തുടങ്ങാനോ ഉള്ള ഒരു ഫെസിലിറ്റിയോ അറിവോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഇപ്പോൾ അതിനുള്ള മാറ്റം വന്നുകൊണ്ട് കേരളത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ ആളുകൾ പ്രധാനമായിട്ടും പ്രൈമറി സെക്ടറിലേക്കുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ GDP കോൺട്രിബ്യൂഷനും ഓട്ടോമാറ്റിക്കലി കുറവായിരിക്കും. അതിന് പകരം സെക്കൻഡറി ടെർഷറി മേഖലകളിൽ വളരെയധികം ആളുകൾ വ്യാപിച്ച് നിൽക്കുന്നുണ്ട്. കൂടുതലായിട്ടും ഒരുപാട് സ്റ്റാർട്ടപ്സുകളും തുടങ്ങുന്നുണ്ട്. അപ്പോൾ സെക്കൻഡറി സെക്ടറിലേക്കും ടെർഷറി സെക്ടറിലേക്കുള്ള വളർച്ച കൂടുതലായിരിക്കും. ദേശീയ തലത്തിൽ നോക്കിയാലും ഈ ഒരു സെയിം സാധനം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ്. ദ്വിതീയ തൃതീയ മേഖലയിലാണ് തൊഴിലിൻ്റെ ലഭ്യത കൂടി വരുന്നത്. അടുത്താണ് ക്വസ്റ്റ്യൻ നമ്പർ 8. താഴെ പറയുന്നവയിൽ സംഘടിത മേഖല, അപ്പോൾ ഇതൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണെന്ന് കാണാം. അപ്പോൾ നമ്മൾ ഓരോന്നും നോക്കി വായിക്കുക. സംഘടിത മേഖലയാണ്, ഓർഗനൈസ്ഡ് സെക്ടർ. ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ പ്രസ്താവന. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ശരിയായ പ്രസ്താവനയാണോ തെറ്റായ പ്രസ്താവനയാണോ ചോദിച്ചിരിക്കുന്നതെന്ന് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. ശരിയായ പ്രസ്താവനയാണ്. എന്തുമായിട്ട് ബന്ധപ്പെടുത്തി? സംഘടിത മേഖല. സംഘടിത മേഖലയിലെ ശരി എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന കോഡിൽ നിന്ന് തിരഞ്ഞെടുക്കുക. തൊഴിൽ നിബന്ധനകൾ നിശ്ചയിച്ചിരിക്കുന്നു. ഓർഗനൈസ്ഡ് ആണ്. ഓർഗനൈസ്ഡ് ആണെന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഓർഗനൈസ്ഡ് സെക്ടറാണ്. അപ്പോൾ അവർക്ക് എന്തായിരിക്കും, ചില നിബന്ധനകൾ ഉള്ളതായിരിക്കും. ഓർഗനൈസ്ഡ് ആണല്ലോ. ഗവൺമെൻറ് നിയന്ത്രണം ഉണ്ട്. ഗവൺമെൻറ് നിയന്ത്രണം ഇല്ലാതെ പോകുന്ന മേഖലകളാണ് അൺഓർഗനൈസ്ഡ് എന്ന് പറയാന്നുള്ളത് ലോജിക്കലി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. താഴ്ന്ന വരുമാനം നമുക്കവിടെ മാർക്കിൽ വെക്കാം. ധാരാളം സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് കോഡ് എന്താണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്താ, ഓർഗനൈസ്ഡ് എന്ന് പറഞ്ഞാൽ തന്നെ സംഘടിത മേഖലയാണ്. സംഘടിച്ച് നിൽക്കുന്നവർക്ക് എന്തായാലും കുറച്ച് കൂടുതൽ ആനുകൂല്യങ്ങൾ ഉണ്ടാവാനേ തരവുള്ളൂ. അവർക്കായിരിക്കും എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ഓർഗനൈസ്ഡ് അല്ലാതെ ഒറ്റക്കൊറ്റക്ക് നിൽക്കുന്നവരുടെ കൂട്ടം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും, ഇപ്പോൾ ഓരോരോ കമ്പുകൾ എടുക്കുന്നതും ഈ കമ്പുകളെല്ലാം കൂടെ കൂട്ടിക്കെട്ടി വെക്കുന്നതിലുള്ള ബലം വ്യത്യാസം എന്താണെന്ന്. അപ്പോൾ സംഘടിച്ച് നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ സ്ട്രെങ്ത് ഉണ്ടായിരിക്കും. സംഘടിച്ച് നിൽക്കാത്ത ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ വീക്ക് ആയിരിക്കും എന്ന് മനസ്സിലാക്കാം. ഈ ലോജിക്ക് മാത്രം വെച്ച് നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റൻ ആൻസർ ചെയ്യാം. തൊഴിൽ നിബന്ധനകൾക്ക് തീർച്ചയായിട്ടും അവർക്കുണ്ടാവും. ഗവൺമെൻറ് നിയന്ത്രണം അവർക്കുണ്ടാവും. കാരണം ഇവരെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ്റിന് ഇവരുമായിട്ട് കൺട്രോൾ ചെയ്യാനും ഈ പറയുന്ന ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. അപ്പം താഴ്ന്ന വരുമാനം, ഇപ്പോൾ സംഘടിച്ച് നിൽക്കുന്നവർക്കായിരിക്കുമോ സംഘടിക്കാത്തവർക്കായിരിക്കുമോ വരുമാനം കൂടുതലുണ്ടാവുക. ഇവർ കൂടുതൽ ഡിമാൻഡിങ് പവർ ഉണ്ട്. കൂടുതൽ ആളുകൾ ചെയ്യുമ്പോൾ അവർക്ക് എന്തായിരിക്കും, കുറച്ചും കൂടി ഹൈപ്പർ ഡിമാൻഡിങ് പവർ ഉണ്ടാവും. അവർക്കപ്പോൾ എന്തായിരിക്കും, സ്വാഭാവികമായിട്ടും സംഘടിത മേഖലയിൽ ഡിമാൻഡിങ് പവർ ഉള്ളതുകൊണ്ട് സാലറി കൂടുതലാവാനേ തരുള്ളൂ. സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു. അപ്പോൾ സംഘടിച്ച് നിൽക്കുന്നില്ലെങ്കിൽ ഇവർക്ക് എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്നോ ഇവർ ആരൊക്കെയാണെന്ന് പോലും അറിയാത്തൊരു അവസ്ഥയായിരിക്കും. അതിന് പകരം സംഘടിച്ച് നിൽക്കുന്ന യൂണിയനൊക്കെ ഉണ്ടാക്കി നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഇവർക്ക് സംഘടിത മേഖലയായിട്ട് പരിഗണിക്കുകയും ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ ഡിമാൻഡിങ് പവർ ഉള്ളതുകൊണ്ട് ഇവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കാനേ തരമുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇത് വരുന്ന ഓപ്ഷൻസ് ഉണ്ടെന്ന് നോക്കുക. 1, 2, 4 എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് ആദ്യം തന്നെ കാണാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ ശരിയാണോ നോക്കാം. ഓപ്ഷൻ എ തന്നെയാണ്. എന്താണ്, ഒരു സമ്പദ് വ്യവസ്ഥയിലെ തൊഴിൽ സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി മേഖലകളെ രണ്ടായിട്ട് തിരിക്കാം. എങ്ങനെ? സംഘടിത മേഖലയുണ്ട്, അസംഘടിത മേഖലയുണ്ട്. സംഘടിത മേഖലയുടെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് നിശ്ചിത തൊഴിൽ നിബന്ധനകൾ ഉണ്ടാവും. അപ്പോൾ സംഘടിച്ച് നിൽക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഒരു യൂണിഫൈഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് ഗവൺമെൻറ്റായിട്ട് കൂടുതൽ ഗവൺമെൻറ്റിന് കൂടുതൽ കൺട്രോളും ഉണ്ടാവും. ഇവർക്ക് കൂടുതൽ ഡിമാൻഡും കൊടുക്കാൻ പറ്റും ഗവൺമെൻറ്റിന്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാറ്റസ് കോയിൽ നിൽക്കുകയാണ്. ഫിക്സഡ് ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് ഉണ്ടാവും. ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് കൃത്യമായ തൊഴിൽ വ്യവസ്ഥകളും ജോലി സ്ഥിരതയും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒന്നാം പ്രസ്താവന ശരിയാണ്. കാരണം എന്താണ്, ഓർഗനൈസ്ഡ് ആവുന്ന സമയത്ത് കുറേ ആളുകളൊക്കെ ഉണ്ടാവും. ഒരു പർട്ടിക്കുലർ മേഖലയായിരിക്കും. ഇവരെ പെട്ടെന്ന് പിരിച്ചു വിടുക, പെട്ടെന്ന് പണിഷ് ചെയ്യുക, ഇതുപോലത്തെ കാര്യങ്ങളൊന്നും പെട്ടെന്ന് നടപ്പില്ല. കാരണം ഇവർ കുറച്ചും കൂടി ഓർഗനൈസ്ഡ് സെക്ടർ ആണെന്നുള്ള രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. സർക്കാർ നിയന്ത്രണം, ഗവൺമെൻറ് കൺട്രോൾ. സംഘടിത മേഖലയിലുള്ള സ്ഥാപനങ്ങൾ ഗവൺമെൻറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഫാക്ടറീസ് ആക്ട്, മിനിമം വേജസ് ആക്ട് തുടങ്ങിയ നിയമങ്ങൾ ഇവർ പാലിക്കേണ്ടതുണ്ട്. അതിനാൽ രണ്ടാം പ്രസ്താവനയും ശരിയാണ്. സർക്കാരിനെ കൂടുതൽ നിയന്ത്രിക്കാനായിട്ട് പറ്റും. കാരണം എന്താണ്, ഗവൺമെൻറ് രജിസ്റ്റർ ചെയ്തിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫാക്ടറീസ് ആക്ട്, മിനിമം വേജസ് ആക്ട് തുടങ്ങിയ നിയമങ്ങൾ, അതിനുള്ള ആനുകൂല്യങ്ങൾ ഇവർക്ക് കിട്ടുന്നതുകൊണ്ട് ഇവർ അതിനുള്ള നിബന്ധനകൾ പാലിക്കുകയും ചെയ്യണം. സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ്. ഈ മേഖലയിലെ തൊഴിലാളികൾക്ക് ശമ്പളത്തോടു കൂടിയ അവധി, പ്രൊവിഡന്റ് ഫണ്ട്, മെഡിക്കൽ സൗകര്യങ്ങൾ തുടങ്ങിയ പല ആനുകൂല്യങ്ങളും ലഭിക്കുന്നു. അതുകൊണ്ട് നാലാം പ്രസ്താവനയും ശരിയാണ്. ഇപ്പോൾ ശമ്പളത്തോട് കൂടിയ അവധി, ഇപ്പോൾ മെറ്റേണിറ്റി ലീവ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ പറ്റേണിറ്റി ലീവ് പോലും കിട്ടുന്നുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. പ്രൊവിഡന്റ് ഫണ്ട് കിട്ടുന്നുണ്ട്, മെഡിക്കൽ ഫെസിലിറ്റീസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആനുകൂല്യങ്ങൾ ഇവർക്ക് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങളും കൂടുതലാണ്. ഇനി കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ഒരു ഓപ്ഷൻ എന്താണ്, വരുമാനം. സാധാരണയായിട്ട് സംഘടിത മേഖലയിൽ തൊഴിലാളികൾക്ക് അസംഘടിത മേഖലയെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട വേതനമാണ് ലഭിക്കുന്നത്. താഴ്ന്ന വരുമാനം എന്ന് പറയുന്നത് സംഘടിത മേഖലയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനയാണ്. ഇത് അസംഘടിത മേഖലയുടെ ഇതാണ്. കാരണം എന്തായിരിക്കും, ഡിമാൻഡിങ് പവർ കുറവാണ്. നമ്മൾ പറഞ്ഞതുപോലെ സംഘടിത മേഖലയാണെങ്കിലാണ് ഡിമാൻഡിങ് പവർ കൂടി നിൽക്കുകയുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 9, ശരിയായ ജോഡി കണ്ടെത്തുക. ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ശരിയായ ജോഡിയാണ്. ആബിദ് ഹുസൈൻ കമ്മീഷൻ വ്യാപാര നയ പരിഷ്കരണം, ഹരിത വിപ്ലവം പഴം പച്ചക്കറി കൃഷി, ബ്രെഡ് ലാൻഡ് കമ്മീഷൻ സുസ്ഥിര വികസനം, സുവർണ വിപ്ലവം വിപണന മിച്ചം. 1, 3 ആണ് ശരി, 2, 4 ആണ് ശരി, 2, 3, 4 ശരിയാണ്, 1, 4 ശരിയാണ്. ഇത് കുറച്ച് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് നോളജ് ഉണ്ടെങ്കിലേ പറ്റൂ. കാരണം എന്താണ്,
പക്ക ഫാക്ച്വൽ ചോദ്യമാണ്. ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് അറിയാവുന്ന ഓപ്ഷൻസ് നോക്കിയിട്ട് കറക്റ്റ് ആണോ എന്ന് നോക്കാൻ ചെക്ക് ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഇതിനകത്ത് എന്തൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ സുസ്ഥിര വികസനമായിട്ട് ബന്ധപ്പെട്ട ഡെഫിനിഷൻ ആദ്യമായിട്ട് കൊടുത്തത് ബ്രിട്ട്ലാൻഡ് കമ്മീഷൻ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ അറിയാം. ആബിദ് ഹുസൈൻ കമ്മീഷൻ ചിലപ്പോൾ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവാൻ സാധ്യത കുറവാണ്. അപ്പോൾ നമുക്കിത് എന്താണെന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഒരു ടേബിളാണ്. ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? 1, 3 മാത്രം ശരി. ആബിദ് ഹുസൈൻ കമ്മീഷനും ബ്രിട്ട്ലാൻഡ് കമ്മീഷനും മാത്രമാണ് ശരി. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തത് ആബിദ് ഹുസൈൻ കമ്മിറ്റി. ആബിദ് ഹുസൈൻ കമ്മിറ്റി എന്ന് പറയുന്നത് വ്യാപാര നയ പരിഷ്കരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താണ് ഇപ്പോൾ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്? ശരിയാണ്, വ്യാപാര നയ പരിഷ്കരണങ്ങളാണ്. 1984 ഇന്ത്യയുടെ വ്യാപാര നയങ്ങളിൽ മാറ്റങ്ങൾ നിർദ്ദേശിക്കാൻ രൂപീകരിച്ച ഒരു സമിതിയായിരുന്നു ആബിദ് ഹുസൈൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ഹരിത വിപ്ലവങ്ങൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ തെറ്റാണ്. കാരണം എന്താ? ഹരിത വിപ്ലവം ഭക്ഷ്യധാന്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും കേട്ടിട്ടുണ്ടാവും. ഗോതമ്പും നെല്ലും വർദ്ധിപ്പിക്കാനാണ് പ്രധാനമായിട്ടും ഹരിത വിപ്ലവം നടപ്പിലാക്കിയത് നമുക്കറിയാം. ഇപ്പോൾ 3-4 പദ്ധതികളുടെ ഇടയിലുള്ള ഒരു ടൈം പീരീഡിലായിരുന്നു പ്രധാനമായിട്ട് ഇത് വന്നത്. ഭക്ഷ്യധാന്യങ്ങളായിരുന്നു പ്രധാനമായിട്ടും കൂട്ടിയത്. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഫുഡ് സ്കേഴ്സിറ്റി ഉണ്ടാവുക എന്ന് പറയുന്നത്. അതിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്ന് പറയുന്നതായിരുന്നു. പ്രൊഡക്ഷൻ കൂട്ടുക എന്നുള്ളത് മാത്രമല്ല, പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്നുള്ളത് കൂടിയായിരുന്നു പ്രധാനമായിട്ട് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നില്ല. പഴം പച്ചക്കറി കൃഷി മൊത്തത്തിൽ പറയാൻ പറ്റില്ല, ഭക്ഷ്യധാന്യങ്ങളെ സ്പെസിഫിക് ആയിട്ടാണ് അത് പറയുന്നത്. അതുകൊണ്ട് നിലവിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ തെറ്റാണ്. ഈ ബ്രിട്ട്ലാൻഡ് കമ്മീഷൻ എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സുസ്ഥിര വികസനം അല്ലെങ്കിൽ സുസ്ഥിര കമ്മീഷൻ എന്ന് പറയുന്നതായിട്ട്. സുസ്ഥിര വികസന കമ്മീഷനാണ്. ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ ആദ്യമായിട്ട് കൊടുത്തതും ബ്രിട്ട്ലാൻഡ് കമ്മീഷനാണ്. എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? എന്താണ്? പ്രധാനമായിട്ടും ഇന്നത്തെ തലമുറ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി റിസോഴ്സുകൾ ഉപയോഗിക്കുമ്പോൾ അത് ഭാവി തലമുറയുടെ റിസോഴ്സ് ഉപയോഗിക്കാനുള്ള കഴിവിനെ ബാധിക്കാൻ പാടില്ല. അപ്പോൾ കറണ്ട് ജനറേഷൻ അവരുടെ നീഡ്സ് മീറ്റ് ചെയ്യുന്ന സമയത്ത് ദേ ഷുഡ് നോട്ട് കോംപ്രമൈസ് ദ നീഡ്സ് ഓഫ് ദ കമ്മിങ് ജനറേഷൻ. അതായത് അവരുടെ എബിലിറ്റിനെ, അതായത് ഇനി വരുന്ന റിസോഴ്സുകൾ ഉപയോഗിക്കാനുള്ള അവരുടെ എബിലിറ്റിനെ നമ്മൾ ചലഞ്ച് ചെയ്തുകൊണ്ടാവരുത് ഇന്നത്തെ റിസോഴ്സുകൾ ഉപയോഗിക്കുന്നത്. അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സുസ്ഥിര വികസനം എന്ന് പറഞ്ഞത് ആരാണ്? ബ്രിട്ട്ലാൻഡ് കമ്മീഷനാണ്. 1987 ഇവരുടെ അവർ കോമൺ ഫ്യൂച്ചർ എന്ന റിപ്പോർട്ടാണ് സുസ്ഥിര വികസനം എന്ന ആശയത്തിന് പ്രചാരം നൽകിയത്. അപ്പോൾ ബ്രിട്ട്ലാൻഡ് കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട റിപ്പോർട്ട്, പ്രധാനപ്പെട്ട ഒരു പേരാണ് എന്ത്? അവർ കോമൺ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അവർ കോമൺ ഫ്യൂച്ചർ എന്ന് പറയുന്നത് 1987 അപ്പോൾ ഈ റിപ്പോർട്ടാണ് സുസ്ഥിര വികസനം എന്ന് പറഞ്ഞ ഐഡിയ കുറച്ചുകൂടി പോപ്പുലറാക്കി മാറ്റിയത്. അപ്പോൾ ഓപ്ഷൻ ശരിയാണ്. സുവർണ്ണ വിപ്ലവം അല്ലെങ്കിൽ ഗോൾഡൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റ് സർപ്ലസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? ഉത്തരം തെറ്റാണ്. കാരണം എന്താ? സുവർണ്ണ വിപ്ലവം എന്ന് പറഞ്ഞാൽ പഴങ്ങളും തേനും ഹോർട്ടിക്കൾച്ചർ എന്നിവയുടെ ഉൽപ്പാദനമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സുവർണ്ണ വിപ്ലവം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പഴങ്ങൾ, തേൻ, ഹോർട്ടിക്കൾച്ചർ പോലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് സുവർണ്ണ വിപ്ലവം. അതുകൊണ്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നില്ല? നമ്മൾ ഈ പറഞ്ഞ ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ള മാർക്കറ്റ് സർപ്ലസുമായിട്ടൊന്നും അല്ല ബന്ധപ്പെട്ടിരിക്കുന്ന എന്നുള്ള കാര്യം നമുക്കറിയാം. ഓരോ വിപ്ലവങ്ങളെ പറ്റി പഠിച്ചിരിക്കുക. നമുക്ക് ധവള വിപ്ലവത്തെ പറ്റി പഠിക്കാനുണ്ട്, പാലിനെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഹരിത വിപ്ലവത്തെ പറ്റി പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ എന്താ നമ്മൾ ആ ഒരു ഓർഡറിലായിട്ട് പഠിച്ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ലാസ്റ്റ് 10ാമത്തെ ക്വസ്റ്റിലേക്ക് കിടക്കുകയാണ്. മിശ്രിത സമ്പദ് വ്യവസ്ഥ ഉദ്ദേശിക്കുന്ന മിശ്ര സമ്പദ് വ്യവസ്ഥ തന്നെയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രസ്താവന ഏത്? മിശ്ര സമ്പദ് വ്യവസ്ഥ പൊതുമേഖലയ്ക്കാണോ പ്രാധാന്യം, സ്വകാര്യ മേഖലയ്ക്കാണോ പ്രാധാന്യം? 1 മാത്രം, 2 മാത്രം, 1ഉം 2 ശരിയാണ്, ഒന്നുമല്ല. ഇതൊരു വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മിശ്രം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി അറിയാം എന്താണ്. അത് പൊതുമേഖലയ്ക്ക് മാത്രം പ്രാധാന്യം കൊടുത്താൽ മിശ്രം ആവില്ലെന്നറിയാം, സ്വകാര്യ മേഖലയ്ക്ക് മാത്രം പ്രാധാന്യം കൊടുത്താലും ആവില്ലെന്നറിയാം. വളരെ ലോജിക്കലി നോക്കിക്കഴിഞ്ഞാൽ 2 ആണെന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് ഇൻസ്റ്റൻസ് തന്നെ ആൻസർ കണ്ടെത്താൻ പറ്റും. അപ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ സി തന്നെയാണ്. ഒരു മിശ്രിത അല്ലെങ്കിൽ മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ പൊതുമേഖലയും സ്വകാര്യ മേഖലയും ഒത്തുചേർന്നാണ് പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? 1 സഹവർത്തിത്വം, പേരിൽ തന്നെ അറിയാം. മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള പൊതുമേഖലയും വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ മേഖലയും ഒരേ സമയം നിലനിൽക്കുന്നു. പൊതുമേഖല എന്താണ് ഇതിന് കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത്? സാമൂഹിക ക്ഷേമത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമായിട്ട് സർക്കാർ പ്രധാന വ്യവസായങ്ങളെയും സേവനങ്ങളെയും നിയന്ത്രിക്കുന്നു. ഇപ്പോൾ പബ്ലിക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഏരിയ ആണെങ്കിൽ ആ ഏരിയനെ പ്രധാനമായിട്ട് ഗവൺമെൻറ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സർവീസുകളൊക്കെ ഇപ്പോൾ റെയിൽവേ, പ്രതിരോധം പോലുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് സ്വന്തമായിട്ട് ഏറ്റെടുത്താണ് ചെയ്യുന്നത്. ആളുകൾക്ക് കുറച്ചും കൂടി ആവശ്യമുള്ള മേഖലകളായിരിക്കും. എന്നാൽ ബാക്കി മേഖലകൾ എന്ത് ചെയ്യുന്നു? മിശ്ര സമ്പദ് വ്യവസ്ഥ, ഇന്ത്യ പോലുള്ള മിശ്ര സമ്പദ് വ്യവസ്ഥകൾ ബാക്കി സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? ലാഭം ഉണ്ടാക്കുന്നതിനും സാമ്പത്തിക വളർച്ചയ്ക്കുമായിട്ട് വ്യക്തികൾക്ക് ബിസിനസ് തുടങ്ങാനും സ്വത്തുക്കൾ കൈവശം വയ്ക്കാനും അനുവാദമുണ്ട്. അപ്പോൾ ഇന്ത്യ പോലെ രാജ്യത്ത് ബാക്കി സെക്ടർ തുറന്നു കൊടുക്കുമ്പോൾ എന്താണ്? പ്രൊഡക്ഷൻ കൂടുകയും ആളുകളുടെ കയ്യിലേക്ക് കൂടുതൽ പണം എത്തിക്കുകയും ചെയ്യും. ഇതുവഴിയാണ് ഇന്ത്യയുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ മിശ്ര സമ്പദ് വ്യവസ്ഥകളുടെ ഗ്രോത്ത് നടക്കുന്നത്. ഗവൺമെൻറ് മാത്രം ഇടപെട്ടുകൊണ്ട് ഗ്രോത്ത് നടക്കണമെന്നില്ല, അത് മാർക്കറ്റിന് തുറന്നു കൊടുക്കുന്നുണ്ട്, അവരുടെ ഗ്രോത്ത് നടക്കുന്നുണ്ട്. വെൽഫെയർ ആക്ടിവിറ്റീസ് നോക്കാൻ ഗവൺമെൻറ് അപ്പുറം ഉണ്ട് താനും. ഇന്ത്യ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉദാഹരണമാണ്. ഇവിടെ സർക്കാർ നിയന്ത്രണങ്ങളും ഉണ്ട്, സ്വകാര്യ സംരംഭങ്ങളും ഉണ്ട്. ഇത് രണ്ടും ഒരുമിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ 2 മേഖലകൾക്കും തുല്യ പ്രാധാന്യം ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക? മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? നമ്മുടെ 2 ഇന്ത്യൻ ഇക്കണോമിക് സെക്ടറും ബേസിക് ഫാക്ട്സും. ബേസിക് ഫാക്ട്സിൻ്റെ നമ്മൾ 2020 തന്നെ കുറച്ച് ഡെഫിനിഷൻസ് ഒക്കെ പഠിച്ചിരുന്നു, എങ്കിലും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എപ്പോഴും കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ
എന്താണ് 20-ൽ നമ്മൾ ഈ ഇന്ത്യൻ ഇക്കണോമിക് സെക്ടറും അതുപോലെ ബേസിക് ഫാക്ട്സ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം 21-ലും കൂടെ പഠിക്കുക. അപ്പോൾ കുറച്ച് ക്വസ്റ്റൻസ് കോമൺ ഇക്വേഷൻസ് തിയറീസ് ഒക്കെ മനസ്സിലാവും. അത് കേൾക്കുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതേപോലെ എല്ലാ ഏരിയ വരുമ്പോഴും എന്ത് ചെയ്യുക, 2020-ലെ ക്വസ്റ്റൻസ് ആയിട്ട് കൂടെ കമ്പയർ ചെയ്ത് നോക്കുക, റിപ്പീറ്റേഷൻസ് ഉണ്ടോ എന്ന് നോക്കുക, ആൻസർ എക്സ്പ്ലനേഷൻസ് നമ്മൾ പ്രോപ്പറായിട്ട് പറയുന്നുണ്ട്, അപ്പോൾ ആ പ്രോപ്പറായിട്ട് പറയുന്ന ഡെഫിനേഷൻസും എക്സ്പ്ലനേഷൻസും ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റയാണ്. കാരണം ഇതുവഴിയാണ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാകുമ്പോൾ എല്ലാം എന്താ പറയുക ഫുള്ളി കവർ ചെയ്ത് പഠിക്കുന്നതിനപ്പുറത്തേക്ക് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻസ് PSC കൊടുക്കുന്ന മേഖലകൾ ഏതെന്ന് മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. അപ്പോൾ എന്താണ് കുറച്ചും കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ കണ്ടന്റ് പഠിച്ചിട്ട് ആൻസർ എഴുതുമ്പോൾ ഉണ്ടാകുന്ന തെറ്റുകൾ മറികടക്കാനായിട്ട് ആൻസർ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നതിൽ നിന്ന് മാത്രം എടുത്ത് പഠിക്കുമ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്നും ഇതിൽ നിന്ന് ഇങ്ങനെ ആൻസർ എടുക്കാൻ പറ്റുമെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ആ ഒരു റെലവൻസ് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. 2021-ലെ സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും താങ്ക് യു.